MECH Kpsc ഓൺലൈൻ സ്റ്റഡി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒക്ടോബർ മാസത്തിൽ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്ന എക്സാമുകളുടെ ഡീറ്റെയിൽസ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മെക്കാനിക്കൽ പരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കാനുള്ള ഒരു എക്സാമാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ എക്സാം. ഈ ഒരു എക്സാം ഒക്ടോബർ 15-നാണ് കേരള PSC നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൺഫർമേഷൻസ് നൽകുവാനുള്ള മെസ്സേജ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രൊഫൈലിൽ ഇപ്പോൾ ലഭ്യമായിരിക്കും. സോ കേരള വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റൻ്റ് എഞ്ചിനീയറുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് 137/2022. ഇതിൻ്റെ കൂടെ 138 ഉണ്ട് ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആയിട്ട് ഈ ഒരു 137 കാറ്റഗറി നമ്പർ വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ മാക്സിമം മാർക്ക് വരുന്നത് 100 ആണ്. എക്സാമിൻ്റെ ഡ്യൂറേഷൻ 1 hour 30 minutes ആണ്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൺഫർമേഷൻ 23/7/2022 മുതൽ 11/8/2022 വരെ നൽകാവുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മെസ്സേജ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രൊഫൈലിൽ ഇപ്പോൾ ലഭ്യമായിരിക്കും. അപ്പോൾ മറന്നു പോകാതെ എല്ലാവരും 11-ാം തീയതിക്കുള്ളിൽ കൺഫർമേഷൻസ് നൽകുക. ഈ കൺഫർമേഷൻ നൽകിയ ആളുകൾക്ക് അവരുടെ ഹോൾ ടിക്കറ്റ് ഒക്ടോബർ മാസം 1-ാം തീയതി മുതൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് 50,398 ആളുകളാണ്. അപ്പോൾ ഇത്രയും പേരുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി കൺഫർമേഷൻസ് കൊടുക്കുന്ന ആളുകൾക്ക് മാത്രമാണ് എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ ഗസറ്റ് ഡേറ്റ് വന്നിരിക്കുന്നത് മെയ് മാസം 4-ാം തീയതി ആയിരുന്നു 2022. അപ്പോൾ അത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ 8 വരെ ആയിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഗസറ്റ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് കേരള വാട്ടർ അതോറിറ്റിയാണ്. സ്കെയിൽ ഓഫ് പേ വരുന്നത് 40,800 മുതൽ 85,000 രൂപ വരെയാണ്. ഇത് 7th പേ കമ്മീഷൻ ആവുന്നതിന് മുമ്പുള്ള സാലറിയാണ്. ഇപ്പോൾ കേരള വാട്ടർ അതോറിറ്റിയിൽ 7th പേ അപ്ലൈ ആയിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സാലറി ഇനിയും കൂടുവാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്പർ ഓഫ് വേക്കൻസീസ് 64 ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എക്സാം ഗസറ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയം വരെ. അപ്പോൾ അതിനുശേഷം ഇനിയും ഒരുപാട് വേക്കൻസീസ് വരാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റി. മുൻപത്തെ റാങ്ക് ലിസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് അപ്പോയിൻമെൻറ്റ് ഡീറ്റെയിൽസിൽ എക്സാം ഗസറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 2012-ലാണ് 650/2012 കാറ്റഗറി നമ്പർ പ്രകാരം. അതിൻ്റെ എക്സാം നടന്നിരിക്കുന്നത് 2016-ലാണ്. അപ്പോൾ 13/2/2016 എക്സാം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ 11,295 ആപ്ലിക്കൻസിൽ 205 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് 20.33 ആണ്. അപ്പോൾ അതിലെ മാക്സിമം മാർക്ക് 39 അപ്പോൾ ഈ ഒരു 20.33 പണ്ട് നടന്ന എക്സാമിൻ്റെ കട്ട് ഓഫാണ്. ഇനി നടക്കാനിരിക്കുന്ന എക്സാമിന് ഇതിൽ കൂടുതൽ കട്ട് ഓഫൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ആപ്ലിക്കൻസും കുറവായിരുന്നു, 11,295. ഇപ്പോൾ നമുക്ക് ആപ്ലിക്കൻസ് വരുന്നത് 50,000-ൻ്റെ മുകളിലാണ്. അസിസ്റ്റൻ്റ് എഞ്ചിനീയറിൻ്റെ സിലബസ് പരിശോധിക്കുകയാണെങ്കിൽ 3 കാറ്റഗറി ആയിട്ടാണ് വരുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസും നിങ്ങൾ ഗസറ്റ് പരിശോധിച്ചാൽ മനസ്സിലാകും. ഈ ഒരു 3 സ്ട്രീമിലുള്ള ബാച്ചിലർ ഡിഗ്രിയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സിവിൽ, മെക്കാനിക്കൽ, കെമിക്കൽ എന്നീ സബ്ജക്റ്റുകൾക്കാണ് ഈ ഒരു എക്സാമിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 2016-ൽ നടന്ന എക്സാമിൻ്റെ സിലബസാണ്. 2016-ൽ നടന്ന സിലബസിൽ പ്രകാരം ഈ പറയുന്ന രീതിയിലായിരുന്നു സിലബസ് വരുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പാർട്ട് 1-ൽ വരുന്നത്. അതിൽ എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് സ്ട്രക്ചറൽ അനാലിസിസ്,
ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്, സർവേയിങ് ആൻഡ് ലെവലിംഗ്, ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ, ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് സിവിൽ എഞ്ചിനീയറിംഗിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. പാർട്ട് 2 ആയ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ട്രാൻസ്ഫർ പ്രോസസ്, പാർട്ടിക്കിൾ ഡൈനാമിക്സ് ആൻഡ് ടെക്നോളജി, അങ്ങനെ ഒരു കാറ്റഗറി. കൂടാതെ കെമിക്കൽ ആൻഡ് ബയോകെമിക്കൽ റിയാക്ഷൻ എഞ്ചിനീയറിംഗ്. മൂന്നാമത്തെ പാർട്ടായിട്ടുള്ളതിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് വരുന്നത്. അതിൽ തന്നെ തെർമോഡൈനാമിക്സ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ്, ഹീറ്റ് ട്രാൻസ്ഫർ, എലമെൻറ്റ്സ് ഓഫ് പവർ സൈക്കിൾസ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, പവർ ട്രാൻസ്മിഷൻ ഡിവൈസസ്, ഗവർണർ, ഗൈറോസ്കോപ്സ്, ബാലൻസിങ്, എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്, മാനുഫാക്ചറിംഗ് പ്രോസസ്, വൈബ്രേഷൻ, ഡിസൈൻ. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള കാറ്റഗറീസ്, അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ഒട്ടുമിക്ക ടോപ്പിക്കുകളും ഈ സിലബസിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. പിന്നെ പണ്ട് നടന്ന എക്സാമിൽ ജനറൽ നോളജ് കൂടെ ഉണ്ടായിരുന്നു, അത് പാർട്ട് 4-ൽ. ഈ നടക്കാൻ പോകുന്ന എക്സാമിൽ സിലബസിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിൽ ജനറൽ നോളജ് ഉണ്ടാവില്ല, 100 ക്വസ്റ്റ്യൻസും ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ 3 സ്ട്രീമേ ഉണ്ടാവുകയുള്ളൂ, സിവിൽ, മെക്കാനിക്കൽ, കെമിക്കൽ. അപ്പോൾ അതിൻ്റെ പുതിയ രീതിയിലുള്ള സിലബസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ പുതിയ രീതിയിലുള്ള സിലബസ് ഈ രീതിയിലാണ് വരുന്നത്. 137/2022, 138/2022 കാറ്റഗറി നമ്പർ പ്രകാരമുള്ള സിലബസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ടോപ്പിക്കിന് അലോഡ് ആയിട്ടുള്ള മാർക്കും കൂടി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ടോട്ടൽ മാർക്ക് 100 ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി ആയ സിവിലിൽ നിന്നും മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് സ്ട്രക്ചറൽ അനാലിസിസ് 7 മാർക്കിനാണ് ആ ഒരു ഏരിയാസിൽ നിന്നും സാധ്യത വരുന്നത്. ഇതിൻ്റെ സിലബസ് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. അതിലെ രണ്ടാമത്തെ കാറ്റഗറിയാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്. 10 മാർക്കാണ് ആ ഒരു ഏരിയയ്ക്ക് നൽകിയിരിക്കുന്നത്. സർവേയിങ് ആൻഡ് ലെവലിംഗ്, ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാല്യുവേഷൻ 7 മാർക്കിൻ്റെ ഒരു ഏരിയ ആയിട്ട് ആ ഒരു ടോപ്പിക്കിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബിൽഡിംഗ് മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ ടെക്നോളജി, കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്, അതും 7 മാർക്കാണ് നൽകിയിരിക്കുന്നത്. എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് 10 മാർക്കിന് ഈ ഒരു ടോപ്പിക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ് 7 മാർക്കിനാണ് ആ ഒരു ടോപ്പിക്ക് വരുന്നത്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 8 മാർക്കിനാണ് ഈ ഒരു ഏരിയ വരുന്നത്. ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് അർബൻ പ്ലാനിംഗ്, അത് 4 മാർക്കുമാണ് വരുന്നത്. ഇനി അടുത്ത സ്ട്രീമായ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നോക്കുകയാണെങ്കിൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ മൊഡ്യൂൾ 1 ആയിട്ട് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ സ്റ്റാറ്റിക്സ്, ഡൈനാമിക്സ്, ആ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫോഴ്സ് കാര്യങ്ങൾ, പല ടൈപ്പ് ഫോഴ്സുകൾ, വാരിയസ് ടൈപ്പ് ഓഫ് ലോസ് ഓഫ് മെക്കാനിക്സസ്, പിന്നെ ഈക്വിലിബ്രിയം കണ്ടീഷൻസ്, കപ്പിൾ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ വരുന്നുണ്ട്. അപ്പോൾ 3 മാർക്കാണ് ആ ഒരു ഏരിയയിൽ നിന്നും വരുന്നത്. പിന്നെ രണ്ടാമത്തെ മൊഡ്യൂളിൽ മെറ്റീരിയൽസ് ആൻഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. അപ്പോൾ അതിൽ മെറ്റീരിയലിനെ കുറിച്ചും TTT കർവ്, സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം, ഹൂക്സ് ലോ, അങ്ങനെ ഒരുപാട് ടോപ്പിക്കുകൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതേ ടോപ്പിക് തന്നെ നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗിലെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലും വരുന്നുണ്ട്. അത് കമ്പൈൻഡ് ആയിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു മെക്കാനിക്കൽ ഏരിയയിൽ നിന്നും 4 മാർക്കാണ് വന്നിരിക്കുന്നത്. ഈ ടോപ്പിക്കിൽ കൂടുതലായിട്ടും നമുക്ക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ സിവിലിലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് മൊഡ്യൂളായിട്ട് വരുന്നത് മെക്കാനിക്സ് ആൻഡ് ഡൈനാമിക്സ് ഓഫ് മെഷീനറി. അതിൽ ഗിയറിൻ്റെ കേസസ് ചോദിക്കുന്നുണ്ട്. പല ടൈപ്പ് ഗിയർ ഫെയിലിയർ കാര്യങ്ങൾ, ഗിയറിൻ്റെ ലോസ് കാര്യങ്ങൾ, പല ടൈപ്പ് ഗിയറുകൾ ഏതൊക്കെയാണ്, പിന്നെ വൈബ്രേഷനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഡാമ്പിംഗ് സിസ്റ്റം, അതൊക്കെ പഠിച്ചു വെക്കുക. അപ്പോൾ അതിൽ 6 മാർക്കാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൻ്റെ മൊഡ്യൂൾ 4 നോക്കുകയാണെങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ. ഈ ഫ്ലൂയിഡ് മെക്കാനിക്സും സിവിൽ എഞ്ചിനീയറിംഗിൽ വരുന്ന ഒരു ടോപ്പിക്ക് കൂടിയാണ്. അപ്പോൾ ഇവിടെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സിന് 3 മാർക്കും ഹീറ്റ് ട്രാൻസ്ഫറിന് 3 മാർക്കുമാണ് നൽകിയിരിക്കുന്നത്. ആൻഡ് മൊഡ്യൂൾ 5 ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ അതിൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിങ്ങിന് 3 മാർക്ക്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിങ്ങിന് 3 മാർക്ക് എന്നീ രീതിയിലാണ് വരുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ എഞ്ചിനീയറിങ്ങിൽ കൂടുതലായിട്ടും കാസ്റ്റിംഗ് പ്രോസസ്സ്, പിന്നെ പല ടൈപ്പ് മെഷീനിങ് പ്രോസസ്സുകൾ, മില്ലിങ്, ടേണിങ്, ഗ്രൈൻഡിങ്, ഷേപ്പിംഗ്,
അപ്പോൾ അത്തരത്തിലുള്ള മെഷീനിങ് പ്രോസസ്സ്, പിന്നെ ടൈപ്പ് ഓഫ് വെൽഡിങ് പ്രോസസ്സ്, CNC മെഷീൻസ്, ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ ചാനലിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോസൊക്കെ കണ്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. ആൻഡ് ലാസ്റ്റ് സ്ട്രീമായ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ നോക്കുകയാണെങ്കിൽ പാർട്ടിക്കിൾ ടെക്നോളജിയാണ് മൊഡ്യൂൾ 1 വരുന്നത്. 5 മാർക്കാണ് അതിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. മൊഡ്യൂൾ 2 സ്റ്റോഷിയോമെട്രി, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് പ്രോസസ് കൺട്രോൾ. അപ്പോൾ ആ ഒരു ഏരിയയ്ക്ക് നൽകിയിരിക്കുന്നത് 6 മാർക്കാണ്. ആൻഡ് മൊഡ്യൂൾ 3 മാസ് ട്രാൻസ്ഫർ. അപ്പോൾ മാസ് ട്രാൻസ്ഫറിന് 2 മാർക്കാണ് നൽകിയിരിക്കുന്നത്. ആൻഡ് മൊഡ്യൂൾ 4 പോളിമർ ടെക്നോളജി. അപ്പോൾ പോളിമർ ടെക്നോളജിക്കും 2 മാർക്ക് വീതമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് പുതിയ സിലബസ് വരുന്നത്. ഈ സിലബസിൽ മെക്കാനിക്കൽ പരമായിട്ട് ഒരുപാട് ടോപ്പിക് വീഡിയോസ് അവൈലബിൾ ആണ് ചാനലിൽ. അപ്പോൾ ചാനലിലെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഒക്ടോബർ മാസം 15-ാം തീയതിയാണ് എക്സാം വരുന്നത്. അപ്പം പഠിച്ചു തുടങ്ങാൻ സമയം വളരെ കുറവാണ്. ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. അപ്പോൾ മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും കവർ ചെയ്യാൻ ശ്രമിക്കുക. ചാനലിനെ മാക്സിമം യൂസ് ചെയ്യാൻ. സോ കാറ്റഗറി നമ്പർ 137/2022 അസിസ്റ്റൻ്റ് എഞ്ചിനീയറിംഗ് ഇൻ കേരള വാട്ടർ അതോറിറ്റിയുടെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും സിലബസും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. സിലബസിൻ്റെ PDF ലിങ്ക് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതിലെ മെക്കാനിക്കൽ പോർഷൻസിലുള്ള ഒരുപാട് വീഡിയോസ് ചാനലിൽ അവൈലബിൾ ആണ്. എല്ലാവരും അതൊക്കെ കണ്ട് പ്രിപ്പയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സോ കീപ് വാച്ചിങ്. താങ്ക് യു.